ആയിരക്കണക്കിന് യുവാക്കളും യുവതികളുമാണ് ജോലി കിട്ടാതെ റാങ്ക് ലിസ്റ്റിൽ നിയമനം നടക്കാതെ കാത്തുകാത്തിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് നോക്കുകുത്തിയാകുമ്പോൾ നിയമനങ്ങൾ നടക്കാത്ത റാങ്ക് ലിസ്റ്റുകളെ തുറന്നുകാട്ടുകയാണ് റിപ്പോർട്ടർ. എക്സൈസ് ഉദ്യോഗസ്ഥർ, CPO റാങ്ക് ലിസ്റ്റ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, അങ്ങനെ നീളുന്നു റാങ്ക് ലിസ്റ്റുകൾ. നമുക്കൊപ്പം നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ്. ഓരോ റാങ്ക് ലിസ്റ്റുകളുടെയും നിയമനം നടക്കാത്ത പട്ടികകളുടെയും ഉദ്യോഗാർത്ഥികളുടെയും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ TV പ്രസാദ്, സുനിഷ അയ്യല്ലൂർ, VS രഞ്ജിത്ത്, സാനിയോ മനോമി എന്നിവർ വിശദമായ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ഇനിയുള്ള 1 മണിക്കൂറിൽ ഈ വിഷയം നമ്മൾ ഇഴകീറി പരിശോധിക്കും. ആദ്യം നമ്മൾ TV പ്രസാദിലേക്കാണ് പോകുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. PSC നിയമനം വൈകുന്നതിനെതിരെ വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികൾ സമരം തുടങ്ങാനിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 1 മാസം പോലുമില്ല. ആകെ 964 പേരുടെ റാങ്ക് പട്ടികയാണുള്ളത്. അതിൽ ഇതുവരെ നിയമനം കിട്ടിയത് 261 പേർക്ക് മാത്രമാണ്. വിവരങ്ങളുമായി TV പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, ഓരോ ഉദ്യോഗാർത്ഥികളും എത്രയോ കാലത്തെ പഠനം കഴിഞ്ഞാണ് ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നോക്കുകുത്തിയായി ഈ ലിസ്റ്റ് ഇങ്ങനെ നമ്മുടെയൊക്കെ മുന്നിൽ കിടക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഈ വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിൽ നടക്കുന്നത് എന്താണ്? ഉദ്യോഗാർത്ഥികൾ എത്ര പേർ പുറത്തു നിൽക്കുന്നുണ്ട് പ്രസാദ്? റോഷ്നി, വനിതാ പോലീസ് ഓഫീസർമാരാകാനുള്ള ആ നിയമനം കാത്തു നിൽക്കുന്നവർ വലിയ നിരാശയിലാണ്. അവരതുകൊണ്ട് തന്നെ ഒരു സമരത്തിൻ്റെ പാതയിലാണ്. ഏപ്രിൽ മാസം 2-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരത്തോടു കൂടി തന്നെ പ്രതിഷേധം തുടങ്ങാനാണ് അവർ ആലോചിച്ചിരിക്കുന്നത്. ഇന്നലെ അത് സംബന്ധിച്ചുള്ള നോട്ടീസ് കൻ്റോൺമെൻറ്റ് പോലീസ് ഉൾപ്പെടെയുള്ളവർക്ക് അവർ കൊടുക്കുകയും ചെയ്തു. നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ 964 പേരുടെ ഒരു കുഞ്ഞൻ പട്ടിക മാത്രമാണ് കേരളത്തിലെ വനിതാ പോലീസ് ഓഫീസർ ഉള്ളത്. പക്ഷേ അതിൽ ഈ 11 മാസം പിന്നിടുന്ന സമയത്തും, അതായത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ 1 മാസം പോലുമില്ല. വർക്കിംഗ് ഡേയ്സ് കൂട്ടി നോക്കിയാൽ 20 24 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഇരിക്കെ ഈ 964 പേരിൽ വെറും 261 പേർക്കാണ് നിയമനം കിട്ടിയത്. ഇനിയുള്ള ബാക്കിയുള്ള ആളുകൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ നിയമനം കിട്ടുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്കയിൽ ഉദ്യോഗാർത്ഥികൾ കൂട്ടത്തോടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അത് CPOയുടെ സമരം നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ കേരളം കണ്ടു. അതിനു മുമ്പ് ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗാർത്ഥികളുടെ സമരം കേരളം കണ്ടു. അങ്ങനെ ഒരുപാട് സമരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികൾ കൂടി എത്തുന്നതോടുകൂടി സമരം പ്രക്ഷുബ്ധമാകും എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ അവർ ക്യാമറയുടെ മുന്നിൽ വരാൻ പോലും അവർക്ക് മടിയുണ്ടായിരുന്നു. കാരണം നമ്മളെ കാണുന്നവർ എന്ത് കരുതും, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ. പക്ഷേ ഇന്നവർ പ്രത്യക്ഷമായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് റോഷ്നി. കാര്യം അവർക്ക് മറ്റൊരു ഗതിയുമില്ല. ഇത്ര നാളും, അതായത് ഈ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്ന് 11 മാസക്കാലം 30% പോലും നിയമനം നടക്കാതായതോടുകൂടി ഈ വരുന്ന 1 മാസത്തിനിടയ്ക്ക് 25 ദിവസത്തിനിടയ്ക്ക് പരമാവധി ആളുകൾക്ക് നിയമനം കിട്ടണമെങ്കിൽ പ്രക്ഷോഭമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന ചിന്താഗതിയിലേക്ക് അവർ എത്തുകയാണ്. ഇത് ഒരു വനിതാ പോലീസ് ഓഫീസർമാരുടെ ലിസ്റ്റ് മാത്രമല്ല, ഒരുപാട് ലിസ്റ്റുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കുന്നതും അത് തന്നെയാണ്. CPOമാരും ലാസ്റ്റ് ഗ്രേഡുകാരും റിസർവ് ബറ്റാലിയനും എക്സൈസും തുടങ്ങി പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇതുപോലെയുള്ളൊരവസ്ഥ. ഒരല്പം ആശ്വാസകരമെന്ന് പറയട്ടെ, KSEBയിലെ നിയമന നിരോധനം നിരന്തരമായി റിപ്പോർട്ടർ വാർത്തയാക്കി. അതിലെ ഓരോ കാര്യങ്ങളും പുറത്തു വന്നതിൻ്റെ ഭാഗമായി സബ് എഞ്ചിനീയർമാർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്കും അവിടെ നിയമനം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് അതിനിടയിൽ ഒരു ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷെ PSCയും സർക്കാരും ഈ ഉദ്യോഗാർത്ഥികളെ ഇങ്ങനെ ചതിക്കരുത്. കാരണം അവരുടെ ഒരു പ്രതീക്ഷയാണ് തുലാസിലാടുന്നത് റോഷ്നി.